വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ റളിയല്ലാഹു അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? MT ഉസ്താദ് സുന്ദരമായൊരു വാഗ്ദാനവും അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ ജാഫർ വില്ലൻ ഉസ്താദ് സമകാലിക വിഷയങ്ങളെ തൊട്ട് തലോടിക്കൊണ്ടുള്ള അർത്ഥഗർഭമായ ഒരു പ്രഭാഷണവും ഒക്കെ നടത്തി. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതാണെങ്കിലും വീണ്ടും വീണ്ടും ഓർത്തി കൊടുക്കേണ്ടതിന്റെ അനിവാര്യതകളാണ് ദിനേന പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടും ഇനിയും പറഞ്ഞു കൊടുത്താൽ തീരാത്തത്ര വേണ്ടാത്തരങ്ങളുടെ അടിമകളായി പോവുകയാണ് സമൂഹം എന്ന് കാണുമ്പോൾ ഇത്തരം ശബ്ദങ്ങൾ വളരെ പ്രസക്തമായി തോന്നുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. പിന്നെ നിങ്ങൾ പറയുമ്പോൾ ആ പരമാവധിയാണ് പറഞ്ഞോട്ടെ എന്നുള്ള നിലക്ക് തന്നെയാണ് മൈക്കിന് കൈപ്പൊക്കാതെ നിന്നിരുന്നത്. ഏതായിരുന്നാലും ഇന്നത്തെ ചരണമുദ്ര ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനത്തിൽ പലപ്പോഴും കരുത്തും നേതൃത്വവുമായി മാറിയിരുന്ന കേരളം കണ്ട പ്രഗത്ഭ പണ്ഡിതന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട മൗലാന ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാരിയത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കുറിച്ചാണ്. ആധുനിക കേരളത്തിന്റെ ചരിത്രമെടുത്ത്, ആധുനിക എന്നല്ല, നമ്മുടെ കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏത് യുഗത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാരിയത്തി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ചരിത്രം വളരെ ആവേശോജ്വലം നൽകുന്ന, വളരെ ആവേശം നൽകുന്ന ഒരു ചരിത്രമാണ്. ബഹുമാനപ്പെട്ടവർക്ക് 4 മദ്ഹബിലും, എന്റെ ശബ്ദം കേൾക്കാനല്ലേ, 4 മദ്ഹബുകളിലും ഫത്വ നൽകാൻ, മതവിധി നൽകാൻ ഒരുപോലെ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാരിയത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിലെ ആധുനിക ഗസാലി എന്ന ഒരു പേര് തന്നെ മഹാനവറുകൾക്ക് പല ആളുകളും ചാർത്തി കൊടുത്തിരുന്നു. അങ്ങനെ കേരളത്തിൽ പല പണ്ഡിതന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുത്ബി ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ചില പ്രയോഗങ്ങൾ എല്ലാം സമ്മേളിച്ച് പല പണ്ഡിതന്മാരെ, ഇബ്നു ഹജർ എല്ലാം റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പല ആളുകളും സമ്മേളിച്ച വ്യക്തിത്വം എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂം അഖീർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളെ കുറിച്ച് മലബാറിലെ ഇബ്നു ഖല്ലിഖാൻ എന്ന പേര് ചാർത്തി കൊടുത്തിരുന്നു. അതുപോലെ ആധുനിക ഗസാലി എന്ന ഒരു പേര് ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാരിയത്തിക്ക് ചില ആളുകൾ നൽകിയിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. ധാരാളം രചനകളും അതിനപ്പുറം ഫത്വകളുമൊക്കെ ക്രോഡീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് ബഹുമാനപ്പെട്ട ഷാരിയത്തി നവ്വറല്ലാഹു മർഖദ. നമ്മുടെ മഹാനവറുകളുടെ കുടുംബ പശ്ചാത്തലം ചെറുതായി ഒന്ന് പരിചയപ്പെടാം. കോഴിക്കോട്ട് കോയമരക്കാരകം തറവാട്ടിലാണ് മഹാനവറുകൾ ജനിച്ചത്. കോയമരക്കാരകത്ത് എന്ന തറവാട്ടിൽ ഹിജറ 1265 ജനിച്ച കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, മഹാനവറുകളുടെ മരണം 1334 മഹാനവറുകൾ മുസ്ലിയാർ ബിൻ കുഞ്ഞു മുഹിയുദ്ദീൻ മുസ്ലിയാറുടെ വഫാത്ത് ഹിജറ 1305 കുഞ്ഞു മുഹിയുദ്ദീൻ മുസ്ലിയാർ ബിൻ കുഞ്ഞാലി മുസ്ലിയാർ ബിൻ മൗലവി മുഹിയുദ്ദീൻ കുട്ടി ഹാജി ഷാരിയത്തി എന്നവരാണ് പിതാവ്. ബഹുമാനപ്പെട്ടവരുടെ പിതൃതലമുറ ഇങ്ങനെ പറയാം: കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ ബിൻ കുഞ്ഞു മുഹിയുദ്ദീൻ മുസ്ലിയാർ ബിൻ
കുഞ്ഞാലി മുസ്ലിയാർ ബിൻ മൗലവി മഹിയുദ്ദീൻ കുട്ടി ഹാജി ഷാലിയത്തിയാണ് ബഹുമാനപ്പെട്ടവരുടെ പിതൃപരമ്പര പറഞ്ഞു പോന്നാൽ നമുക്കുണ്ട്. കോഴിക്കോട്ടെ വളരെ പുരാതനമായ പള്ളികളിലൊന്നും ഒരു കാലത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ആശാ കേന്ദ്രവും അഭയകേന്ദ്രവുമെല്ലാമായിരുന്ന അഭയകേന്ദ്രവും, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കാലഘട്ടത്തിലെ വിജ്ഞാനത്തിന്റെ വലിയ പറുദീസയുമായിരുന്ന ഇടിയങ്ങര മുസ്ലിയാരുടെ മഖബറ സ്ഥിതി ചെയ്യുന്നത്. എന്റെ ശബ്ദം കേൾക്കാലല്ലേ? ബഹുമാനപ്പെട്ടവരുടെ മഖബറ സ്ഥിതി ചെയ്യുന്നു. കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ സ്വന്തം പിതാവ് മഹാപണ്ഡിതനുമായ കുഞ്ഞു മുഹ്യിദ്ദീൻ മുസ്ലിയാറിൽ നിന്ന് അക്കാലത്തെ ഈ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ അക്കാലഘട്ടത്തിൽ തന്നെ സ്വന്തം പിതാവ് മഹാപണ്ഡിതനുമായിരുന്ന കുഞ്ഞു മുഹ്യിദ്ദീൻ മുസ്ലിയാറിൽ നിന്നും അക്കാലത്ത് അതുപോലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതരിൽ ഒരാളായിരുന്നു അപ്പാണി കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന ഷെയ്ഖ് അഹമ്മദുൽ മുഹമ്മദുൽ കാലിക്കൂത്തി എന്ന കുഞ്ഞാമുട്ടി ഹാജി മുസ്ലിയാറിൽ നിന്നും ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് 1267 അഷെയ്ഖ് അബൂബക്കർ ബിൻ ഖാദി മുഹ്യിദ്ദീൻ കാലിക്കൂത്തി 1301 വഫാത്തായ തുടങ്ങിയ മഹാപണ്ഡിതന്മാരിൽ വിജ്ഞാനം കരസ്ഥമാക്കിയ ആളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പിതാവ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ എന്നവർ. അല്ലാഹു മറക്കത. അങ്ങനെ വലിയൊരു പണ്ഡിത കുടുംബത്തിലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജനനം എന്ന് സൂചിപ്പിക്കാനാണ്. ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദിന്റെ പിതാവായിരുന്ന കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകള് ഇളയന്റെ പള്ളിയിൽ തന്നെയാണ് ദീർഘകാലം അവരുടെ ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയിൽ തന്നെയാണ് ദീർഘകാലം ദർസ് നടത്തിയിരുന്നത്. പിന്നീട് നല്ലളം, കരുവന്തുരുത്തി, ചാലിയം തുടങ്ങിയ പല സ്ഥലങ്ങളിലും മുദരിസായി സേവനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചാലിയത്തെ നേപ്പാളത്തെ കുട്ടി ഹസൻ എന്നവരുടെ പുത്രി ഫരീദ എന്ന പരീച്ചുമ്മയെ ആണ് ബഹുമാനപ്പെട്ടവര് കല്യാണം കഴിച്ചത്. ഫരീദയിലൂടെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർക്ക് 4 പുത്രിമാരും 3 പുത്രന്മാരുമാണ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ജനിച്ചത് ഫരീദ എന്ന ബഹുമാനപ്പെട്ടവരുടെ ഭാര്യയിലാണ് ജനിച്ചത്. അതില് അഹമ്മദ് കോയ ഷാലിയത്തി, കുഞ്ഞു മുഹ്യിദ്ദീൻ മുസ്ലിയാർ, അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ ഇമ്പിച്ച് അഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് ആൺകുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. 4 പുത്രിമാരും 3 ഇതിലുണ്ടായിരുന്നതിൽ ബഹുമാനപ്പെട്ടവർക്കുണ്ട്. പിന്നീട് ഉണ്ടായിട്ടുള്ളത് പെൺകുട്ടികളിൽ ബീവി എന്ന കുട്ടി പുളിക്കൽ ഉണ്ണിൻകുട്ടി മൗലവിയും, ആയിഷ ബീവിയെ എലത്തൂരിലെ പൂത്തലത്ത് മുഹമ്മദ് എന്നയാളും, ആമിനയെ ബേപ്പൂരിലെ പൂത്തലത്ത് ഇബ്രാഹിം കോയ എന്ന ആളുമാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ കുടുംബത്തിന്റെ കല്യാണ ബന്ധങ്ങളൊന്ന് ചരിത്രകാരൻ രേഖപ്പെടുത്തിയതാണ്. വിവാഹത്തിനു ശേഷം ബഹുമാനപ്പെട്ടവരുടെ പിതാവ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ തന്റെ താമസം കോഴിക്കോട് നിന്ന് പിന്നെ ചാലിയത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവിടെ പൂതാറമ്പത്ത് എന്ന ഒരു വീട് പണിത്, സ്ഥിരവനമായ പറമ്പത്ത് ഒരു വീട് പണിത് അവിടെ തങ്ങളുടെ താമസം ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ചാലിയം പൂതാറമ്പത്ത് വീട്ടിലാണ് ഹിജറ 1302 ജമാദുൽ ആഖിർ 22 വ്യാഴാഴ്ച അർദ്ധരാത്രി സമയത്ത് ബഹുമാന്യനായ നമ്മുടെ കലാപുരുഷനായിട്ടുള്ള, നമ്മുടെ ചരിത്ര പുരുഷൻ, പണ്ഡിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദ് ജനിക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ പിതാവും പിതൃപരമ്പരയിലെ ഉന്നത ശ്രേണിയരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെയാണ് ബഹുമാനപ്പെട്ടവർക്ക്
ആദ്യകാലത്തിൽ തന്നെ ഉത്തമ ദീനി ശിക്ഷണം നൽകിക്കൊണ്ട് തന്നെയാണ് ചെറുപ്പത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദ് റഹ്മത്തുള്ളാഹി നവറല്ലാഹു മർക്കദ മഹാനവറുകൾ വിജ്ഞാനം തുടങ്ങുന്നതുമായി വിദ്യ നേടിത്തുടങ്ങുന്നതും ഖുർആൻ പഠിച്ചതുമൊക്കെ പിതാവിൽ നിന്ന് തന്നെയാണ്. പിന്നെ അതിനുശേഷം പിന്നെ സുപ്രസിദ്ധ പണ്ഡിതനും സൂഫി വര്യനും ആധ്യാത്മിക സരണിയിലെ ഗുരുവുമെല്ലാമായിരുന്ന ഗുരുവര്യനുമായ ഖിലാഫത്ത് നായകൻ മർഹൂം ആലി മുസ്ലിയാരുടെ ദർസിൽ ചേർന്നു. നമ്മൾ പറഞ്ഞല്ലേ, ആലി മുസ്ലിയാർ ഹജ്ജിന് പോകുന്ന നവറല്ലാഹു മർക്കദ മഹാനവറുകൾ തിരൂരങ്ങാടിയിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഹജ്ജിന് പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരെയാണ് ദർസ് ഏൽപ്പിച്ചത്. വന്നതിന് ശേഷം തിരിച്ചെടുത്തു എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അപ്പോഴാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദ് നവറല്ലാഹു മർക്കദ മഹാനവറുകളെ പരിചയപ്പെടാം എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിയത്. അതിനുശേഷം ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ ഖിലാഫത്തിന്റെ ആലി മുസ്ലിയാരുടെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ, നമ്മളറിയുന്ന ആലി മുസ്ലിയാർക്കപ്പുറം മറ്റൊരു ആലി മുസ്ലിയാർ ഉണ്ട് എന്നുള്ള ഒരു ചരിത്രം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഇന്നലെ. മഹാനവറുകളുടെ ദർസിൽ പിന്നീട് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് വർഷങ്ങളോളം വിദ്യ നുകർന്ന ശേഷം മദ്രാസിലെ പ്രസിദ്ധ പണ്ഡിതനും സൂഫി വര്യനുമൊക്കെയായിരുന്ന ഷംസുൽ ഉലമ മൗലാന മുഫ്തി മഹ്മൂദി ബഹുമാനപ്പെട്ടവർ ഹിജറ 1345 വഫാത്തായത്. ബഹുമാനപ്പെട്ടവരുടെ ഈ മദ്രസയിൽ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അഖവാഫി, മന്തിഖ്, ഗോളശാസ്ത്രം, തസവുഫ്, ഫലക്കിന്റെ ഹദീസ്, ഇങ്ങനെയുള്ള വിവിധ തഫ്സീർ തുടങ്ങിയ എല്ലാം ഇൽമിന്റെ പല മേഖലയിലെ വിവിധ വിജ്ഞാന ശാഖകളിൽ ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാമിക ചികിത്സാ വിധികളും മറ്റും ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ച് അഭ്യസിച്ചിട്ടുണ്ട്. സിൽസിലത്തുൽ ഫഖ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പാഠ്യപദ്ധതി അനുസരിച്ച് എല്ലാ ഗ്രന്ഥങ്ങളും അവിടുന്ന് ബഹുമാനപ്പെട്ടവർ പൂർത്തിയാക്കി. ഖാസി കുടുംബത്തിൽപ്പെട്ട ഖാസി അബൂബക്കർ ഫഖറുദ്ദീൻ എന്നവരായിരുന്നു. അങ്ങനെയാണ് സിൽസിലത്തുൽ ഫഖ്രിയ എന്ന പേരിൽ അതിന് പേര് പൂർത്തിയാകട്ടോ. ആ പേരങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അനന്തരം ബഹുമാനപ്പെട്ടവരുടെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വേലൂർ ലത്തീഫിയ കോളേജിൽ ചേർന്ന് നിസാമിയ സിലബസും തീർത്തു. സിൽസിലത്തുൽ ഫഖ്രിയ എന്ന് പറയുന്ന സിലബസും ലത്തീഫിയയിലെ നിസാമിയ സിലബസും ബഹുമാനപ്പെട്ടവർ പഠിച്ചു തീർത്തിട്ടുണ്ട്. ഹിജറ 1329 പഠനം പൂർത്തിയാക്കുന്നതിന്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 1326 തന്നെ ലത്തീഫിയയിലെ ദാറുൽ ഇഫ്ത ഫത്വ ബോർഡിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ടവർ. അതായത് ബഹുമാനപ്പെട്ടവർ ലത്തീഫിയ കോളേജ് നിസാമിയ സിലബസ് 1300 പഠനം പൂർത്തിയാക്കുന്നതിന്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഠനം പൂർത്തിയായി മുതഅല്ലിമായിരിക്കുന്ന കാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവരെ ദാറുൽ ഇഫ്തായിലെ ലത്തീഫിയ കോളേജിന്റെ ദാറുൽ ഇഫ്തായിലെ ഫത്വ ബോർഡിലെ ഒരംഗമായി ബഹുമാനപ്പെട്ടവരെ തെരഞ്ഞെടുത്തിരുന്നു. നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് പ്രത്യേകം വേറിട്ട് മനസ്സിലാക്കേണ്ട വിഷയം. ലത്തീഫിയ അറബി കോളേജിൽ ചേർന്നപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും മഹത്വവും ഗ്രഹിച്ച കോളേജിന്റെ മായി ബന്ധപ്പെട്ടവർ ചില വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ടവരെ അവിടെ മുദർരിസായി നിയമിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവർ ലത്തീഫിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ ചേർന്ന കാലത്ത് തന്നെ അവിടെ ചേർന്നപ്പോ തന്നെ എന്താണ് തൊപ്പി പ്ലീസ് PM തോപ്പി അറിയില്ല. അങ്ങനെ ഏതായിരുന്നാലും അവിടെ പഠിക്കുന്ന ചേർന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദ് നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ കഴിവ് കണ്ട് അമ്പരന്നു പോയ അവിടുത്തെ കോളേജ് അധികൃതർ പല വിഷയങ്ങളിലും ഉസ്താദായിട്ട് ബഹുമാനപ്പെട്ടവരെ നിയമിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ മുദർരിസും മുഫ്തിയുമാവുക എന്ന ഒരു അപൂർവ ബഹുമതിയും ബഹുമാനപ്പെട്ടവർ അതിലൂടെ നേടിയെടുത്തു. ഷംസുൽ ഉലമ ഉസ്താദിനും ഇങ്ങനെ ഒരു പദവി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അധ്യാപന രംഗത്ത് പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഷാലിയത്ത് ഉസ്താദ് പഠിക്കുന്ന കാലത്ത് തന്നെ മുഫ്തിയും നവറല്ലാഹു മർക്കദ് അതുപോലെ തന്നെ മുദർരിസും എന്നുള്ള 2 അധ്യാപകനും ഈ 2 സ്ഥാനവും
ഒരു പ്രത്യേക ബഹുമതിയായി ബഹുമാനപ്പെട്ടവർക്ക് അന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ലത്തീഫയിൽ നിന്ന് പിരിഞ്ഞ ശേഷം പിന്നീട് ബഹുമാനപ്പെട്ടവർ തമിഴ്നാട്ടിൽ തന്നെ ഈ തിരുനെൽവേലിയിലെ ഒരു പേട്ട എന്ന സ്ഥലത്ത് റിയാദുൽ ജിനാൻ കോളേജിൽ കുറെ വർഷങ്ങളോളം മുദരിസായി ബഹുമാനപ്പെട്ടവർ സേവനം ചെയ്തു. വീണ്ടും ലത്തീഫയിലെ ഗുരുനാഥന്മാരുടെയും മറ്റു ബന്ധപ്പെട്ടവരുടെയും ക്ഷണപ്രകാരം അവിടേക്ക് തന്നെ മുദരിസായി ജോലിയിൽ തിരിച്ചു പോവുകയും പിന്നീട് അദ്ദേഹം ലത്തീഫയുടെ പ്രിൻസിപ്പൽ പദവി വരെ ഏറ്റെടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവർ ഹിജറ 1331 ബഹുമാനപ്പെട്ടവരുടെ ആദ്യ ഗുരുനാഥനും അതുപോലെ തന്നെ ആത്മീയ ഷെയ്ഖുമെല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ആലി മുസ്ലിയാർ ഹജ്ജിന് പോയപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, തലസ്ഥാനത്ത് തൽക്കാലികമായി തിരൂരങ്ങാടിയിലെ ദർസ് നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷിഹാബുദ്ദീൻ മൗലാന ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയശാലിയത്തി റഹ്മത്തുള്ളാഹി അലൈഹി മാറുകൾ. ഇതൊക്കെ ബഹുമാനപ്പെട്ടവർക്കുള്ള അംഗീകാരമായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ്, ഇതൊക്കെ പല ഉസ്താദുമാർക്കും കിട്ടിയ പഴയ കാലത്ത് കിട്ടിയ വലിയ അംഗീകാരങ്ങളായിരുന്നു. പക്ഷെ അതിനൊക്കെ എന്ത് വേണം? ഹെല്ല് വേണം, അത് നടത്തിക്കൊണ്ടുപോകാനുള്ള വിജ്ഞാനവും വേണം. അങ്ങനെ ബഹുമാനപ്പെട്ട ശരീഅത്തിന് അനന്തരം പിന്നീട് 5 വർഷക്കാലം കൊടിയത്തൂർ ജുമാഅത്ത് പള്ളിയിലും ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തി. പിന്നെ വീണ്ടും ലത്തീഫയിൽ പോയ ബഹുമാനപ്പെട്ടവർ അവിടെ മുദരിസായി സേവനം ചെയ്തു. പിന്നീട് നാഗൂരിലേക്ക് നീങ്ങി അവിടെയും ദർസ് ഏറ്റെടുത്തു. പിന്നെ ബദുക്കൽ എന്ന സ്ഥലത്തും ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തി. അഷേഖ് മുഫ്തി ഉബൈദുല്ലാഹിൽ മദ്രാസി മുഖേനയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ബദുക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിപ്പെട്ടത്. വർഷങ്ങളോളം അവിടെ ബഹുമാനപ്പെട്ടവര് മുദരിസായി സേവനം ചെയ്യുകയും ബഹുമാനപ്പെട്ടവർക്ക് ഈ ഡയബറ്റിസ് രോഗം ഉണ്ടായിരുന്നു എന്ന പ്രമേഹ രോഗം, അന്നത്തെ പഞ്ചസാര രോഗം ബഹുമാനപ്പെട്ടവർക്ക് ബദുക്കലിൽ നിന്ന് ബാധിച്ച് ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് തിരിച്ചു വരികയും വീട്ടിൽ വിശ്രമ ജീവിതം തുടങ്ങുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവർക്ക് മറ്റൊരു പദവിയായിരുന്നു നൈസാമിന്റെ മുഫ്തി. നൈസാം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നൈസാമിനെ കുറിച്ച് ഇപ്പൊ ചരിത്രത്തിൽ നമുക്ക് നൈസാം ഭരണകൂടത്തിന്റെ അവസാനത്തെ ഉസ്മാൻ ഭരണാധികാരിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമ്മുടെ ഹൈദരാബാദ് കേന്ദ്രമായി ഉണ്ടായിരുന്ന ഒരു രാജകുടുംബമായിരുന്നു നൈസാമിന്റെ കുടുംബം. ആ നൈസാമിന്റെ കുടുംബം ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യയിലെ സകല നാട്ടുരാജാക്കളുടെ അന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ഹൈദരാബാദ്. ആ നൈസാം കുടുംബം എന്ത് ചെയ്തില്ല, അതിലെ ഉസ്മാൻ രാജാവ് അതിനെ സമ്മതിക്കാത്തതിന്റെ ഫലമായിക്കൊണ്ട് അന്നത്തെ പട്ടേലിന്റെ പട്ടേലിന്റെ പട്ടാളത്തിന്റെ ക്രൂരമായ ഒരു മർദ്ദനങ്ങൾക്ക് ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇതൊക്കെ ഉണ്ടായിരുന്നു, ആക്ഷൻ ഉണ്ടായി. ഓപ്പറേഷൻ പോളോ എന്ന പേരിലാണ് ആ നിലാമ് മലയാളത്തിൽ നിസാമായതായി എഴുതി പൂർണ്ണെടുത്തപ്പെട്ടതാണ്, നിസാമിയായതാണ്. അത് നമ്മള് ഫൈസി ആയതുപോലെ തന്നെ എന്ന് കൂട്ടിയാൽ മതി. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് മഹാനവറുകള് ഒരിക്കൽ നിങ്ങൾ ഈ പൈസ എന്നുള്ള കോലത്തിലാകരുത്, നിങ്ങൾ ഫൈദി എന്ന് പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരിക്കൽ മർക്കസിന്റെ കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഫൈസി നിങ്ങൾ പറയില്ലേ, കുറച്ചേരൊക്കെ മാറ്റി ഫൈദി റംസാൻ എന്നുള്ളത് റമദാൻ എന്ന് പറയണെങ്കിൽ അതുപോലെ നിങ്ങൾ ഫൈദി പറഞ്ഞോളി. പിന്നെ ഹൈദർ ഉസ്താദ് കേൾക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഞാനന്ന് ഞാൻ നേരിട്ട് അനുഭവം. കാരണം മർക്കസിലെ കമ്മിറ്റി ഒരംഗമായതുകൊണ്ട് സെക്രട്ടറി സ്ഥാനത്തുള്ളത് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായപ്പോ ഉസ്താദിന്റെ അടുത്ത്, കാരണം നമ്മളെ കെ വി അംസോലയിലൊക്കെ നിർബന്ധിച്ച് ഞാൻ ബാക്കിലിരിക്കുമ്പോൾ മുന്നോട്ടിരുത്തും, കാരണം ഇത് മിനിറ്റ്സ് എഴുതാൻ വേണ്ടി. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധ. ഉസ്താദ് എന്റെ അടിയിൽ പറഞ്ഞ വാക്കൊന്നും മനസ്സിലുമല്ലാതെ ഞാനത് പലപ്പോഴും ഉണർത്താറുണ്ട് നമ്മളെ കൂട്ടുകാരായ വൈലിമാരോടൊക്കെ. അങ്ങനെ നമുക്ക് ഏതായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഉറുദുവിൽ അത് നിസാമിയ എന്നാ പറയാ, എന്നുള്ള ഉച്ചാരണത്തിലാണ്. അതിപ്പോ അറബി മിസ്രികളൊക്കെ അതിലൊരു ഉച്ചാരണത്തിൽ സുഖം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ വലല്ലാലി എന്നല്ല വലസാലി എന്ന് പറഞ്ഞാലേ കൊണ്ട് ഓത്ത് ശരിയാവുള്ളൂ, മിസ്രിയാക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഹൈദർ ഉസ്താദ് ആ വിഷയം ഓത്തുമായി ബന്ധപ്പെട്ട. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ബഹുമാനപ്പെട്ടവർ
നൈസാം ഭരണകൂടത്തിന്റെ ഒരു മുഫ്തിയായിരുന്നു. ഇങ്ങനെ ഓപ്പറേഷൻ പോളോ അങ്ങനെയാണ് ഹൈദരാബാദ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത് ഉണ്ടായത് അതിന്റെ ഫലമാണ്. കാരണം അന്ന് സർദാർ വല്ലഭായ് പട്ടേലാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രിയുടെ പട്ടാളം വന്ന് നൈസാം ഭരണകൂടത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഉസു എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ നൈസാം ഭരണകൂടത്തിന്റെ ഇതിനെതിരെ സമരം. അതിന്റെ ഭാഗമായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതൊക്കെ. ഈ ഹൈദരാബാദ് ആക്ഷൻ ഉണ്ടായത് ഓപ്പറേഷൻ പോളോ എന്നതാണ്. അത് അങ്ങനെ ഇത് ഉണ്ടായിട്ടുള്ള കേട്ടോ. ഇങ്ങനെയുള്ള നൈസാം ഈ നൈസാം ഭരണകൂടത്തിന്റെ അന്നത്തെ മുഫ്തിയായിട്ട് ബഹുമാനപ്പെട്ടവരെ നിയമിക്കപ്പെട്ടിരുന്നതാണ്. ഹിജറ 1245 ഹൈദരാബാദിലെ നൈസാം രാജാവിന്റെ മുഫ്തിയായിട്ട് ബഹുമാനപ്പെട്ടവർ നിയമിക്കപ്പെട്ടത്. 4 മദ്ഹബുകളിലും ബഹുമാനപ്പെട്ടവർക്ക് ഫത്വ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഫത്വ കൊടുത്തിരുന്നു. നൈസാം രാജാവ് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഷാലിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. മഹാനവറുകൾക്ക് അന്ന് സാലറി എത്രയാണ്? 100 രൂപ ബഹുമാനപ്പെട്ടവർക്ക് അന്ന് സാലറിയാണ്. ചെറിയ സംഖ്യ ഒന്നല്ല. അന്ന് 100 രൂപ ബഹുമാനപ്പെട്ടവർക്ക് ശമ്പളമായി നൈസാം ഭരണാധികാരി നൽകിയിരുന്നതാണ്. ഇസ്ലാമിയ കോളേജിൽ നിസാമിയ കോളേജിൽ അധ്യാപകനായിട്ട് ബഹുമാനപ്പെട്ടവരെ ഷെയ്ഖ് ക്ഷണിച്ചിരുന്നെങ്കിൽ പോലും, അന്നത്തെ ഭരണാധികാരി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നെങ്കിൽ പോലും ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നതാണ് ചരിത്രം. ബഹുമാനപ്പെട്ടവരുടെ ഗുരുനാഥന്മാര്, ഒന്ന് പിതാവ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ നമ്മൾ പറഞ്ഞു, മറ്റൊന്ന് നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ നമ്മൾ പറഞ്ഞു, മറ്റൊന്ന് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടണം. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉസ്താദിനെ നമുക്ക് പരിചയപ്പെടണം നവ്വറല്ലാഹു മർക്കദ. പിന്നെ ഷംസുൽ ഉലമ മൗലാന മുഫ്തി മഹ്മൂദ് മദ്രാസ് ബഹുമാനപ്പെട്ടവർ, അഷേഖ് ഹാഫിദ് സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ലത്തീഫ് അൽ ഖാദിരി വേലൂരി ബഹുമാനപ്പെട്ടവർ 1339 വഫാത്താകുന്നത്. പിന്നെ മൗലാന മുഹിയുദ്ദീൻ ഹുസൈനുൽ ഖാദിരി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അസീസ് ഹളറത്ത് തുടങ്ങിയ പ്രഗത്ഭമതികളായ നവ്വറല്ലാഹു മറാഖിദഹും ബഹുമാനപ്പെട്ടവരിൽ നിന്നൊക്കെയാണ് ഉസ്താദ് വിദ്യ നുകർന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതം, ഘനഗാംഭീര്യം മുറ്റി നിൽക്കുന്ന ഒരു മുഖം, അതുപോലെ തന്നെ സൂക്ഷ്മത ലാളിത്യം മുറ്റി നിൽക്കുന്ന ഒരു ശാന്തമായ ജീവിത ചലനം, അത്യഗാധമായ പാണ്ഡിത്യം, ഉന്നതമായ രചനാ വൈഭവം, അതുപോലെ തന്നെ തീക്ഷ്ണമായ നിരീക്ഷണ പാഠവും, ബുദ്ധി, അതുപോലെ സൂക്ഷ്മമായ ബുദ്ധി, അതുപോലെ വിനയം, സൗമ്യശീലം തുടങ്ങിയതൊക്കെ ബഹുമാനപ്പെട്ടവരിൽ സമ്മേളിച്ചിരുന്നു എന്ന് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരാളെ വിലയിരുത്തുമ്പോൾ ആകർഷണീയമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദിന്റെ ഈ ഗുണങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദിൽ അടങ്ങിയിരുന്നു, മറ്റുള്ള ഉസ്താദുമാരെ പോലെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ സൂഫി വിഷയങ്ങളിലും വല്ലാതെ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായി ബഹുമാനപ്പെട്ടവർ സമയം ചെലവഴിച്ചിരുന്നു എന്ന. പിന്നെ മറ്റൊന്ന്, കണ്ട കാര്യം തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ബഹുമാനപ്പെട്ടവർ. എന്ത് കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആരുടെ മുഖത്ത് നോക്കിയും നോക്കാതെ കൂസലില്ലാതെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു ബഹുമാനപ്പെട്ടവർ. പണക്കാരന്റെ പ്രലോഭനത്തിനോ അധികാരികളുടെ പ്രകോപനത്തിനൊന്നും ബഹുമാനപ്പെട്ടവർ മറ്റു ഉസ്താദുമാരെ പോലെ തന്നെ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. പറയാനുള്ളത് സത്യം അന്നേരത്ത് തന്നെ മുഖത്തു നോക്കി തുറന്നു പറയുമായിരുന്നു. അതൊരു ഉസ്താദിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഇനി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതം സമസ്തയിലും വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. സമസ്തയുടെ പല യോഗങ്ങളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യ നായകനായിരുന്നു ബഹുമാനപ്പെട്ട ഷാലിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. ബിദ്അത്തിന്റെ അഹ്ലികാരോട്, മതനവീകരണവാദികളോടൊക്കെ അവരോടൊക്കെ ഖണ്ഡനങ്ങളും മറ്റും നടത്തുകയും അവർക്കൊക്കെ ഒരു പേടിയായിരുന്നു ബഹുമാനപ്പെട്ട
ഷാലിയത്തി ഉസ്താദ് എന്നാണ്. കാരണം ഉസ്താദിന്റെ അറിവ് പലപ്പോഴും ഇവരെയൊക്കെ അമ്പരിപ്പിച്ചിരുന്നു. ഇവർക്കൊക്കെ ഭയമായിരുന്നു ഉസ്താദിനെ നേരിടാൻ എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ ഈ ബിദ്അത്തിനെതിരെ നീങ്ങേണ്ടതിന്റെ ആവശ്യകതയൊക്കെ അന്നത്തെ സമൂഹത്തിന്റെ മറ്റു പണ്ഡിതന്മാരെയും ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. ബിദ്അത്തുകാരിൽ നിന്ന് ജനങ്ങളോട് അകന്നു നിൽക്കാനും അവരെയൊക്കെ വർജിക്കാനും ബഹുമാനപ്പെട്ട ഉസ്താദ് അന്ന് ഫത്വ തന്നെ നൽകിയിരുന്നു എന്നാണ് ചരിത്രം. ബഹുമാനപ്പെട്ടവര് പല സമ്മേളനങ്ങളിലും 1933 ഫറൂഖിൽ നടന്ന സമസ്തയുടെ സമ്മേളനം ഉൾപ്പെടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പല സമ്മേളനങ്ങളിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അധ്യക്ഷ പദവി വരെ വഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവര് ധാരാളം ഫത്വകൾ മതവിധി നൽകിയ ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഫത്വകൾ ഇന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലേ. ഷാലിയത്തി ഉസ്താദിന്റെ ഫത്വ ഉണ്ടല്ലോ, റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ ഫത്വ ഉണ്ട് നമ്മൾ പലപ്പോഴും ഇപ്പൊ വരെ നമ്മൾ അടുത്ത കാലത്ത് മാസപ്പിറവി ആയാലും തലാഖായാലും ഏത് സംവാദങ്ങളിലും നമ്മൾ അവലംബിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഫത്വ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് ധാരാളം ഫത്വകൾ നൽകിയിരുന്നു. അതെല്ലാം അധികവും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫത്വ സമാഹാരത്തിൽ ഉസ്താദിന്റെ പ്രത്യേക ആധുനിക പ്രശ്നങ്ങൾക്കും ആ ഫത്വകളിലൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന, പിന്നെ അനുശോചന കാവ്യം, ആശംസാകാവ്യങ്ങൾ, കത്ത്, ഖണ്ഡനം തുടങ്ങിയ അനേകം വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ടവർ കവിതകൾ മറ്റും രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവര് ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖ് കൂടിയായിരുന്നു. ഞാൻ പറഞ്ഞു, ആത്മീയ വിഷയത്തിൽ ഉസ്താദിന് പ്രത്യേകം ഖാദിരിയ ശരീഖത്തിന്റെ ഷെയ്ഖുമായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ തർബിയത്തിൽ ധാരാളം ആളുകൾ സന്നിഹിതിൽ ഒഴുകിയെത്തി ധാരാളം മുരീദുമാരും ബഹുമാനപ്പെട്ട ഷാരിയത്തി ഉസ്താദിന് നവറല്ലാഹു മർഖദ മഹാനവറുകൾക്കുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കയിലെ മുഫ്തിയും ഒരു കാലത്ത് മക്കയിലെ മുഫ്തി പ്രമുഖ പണ്ഡിതനുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഹസ്ബുല്ലാഹി ബിൻ ഷെയ്ഖ് സുലൈമാനിൽ മക്കിയിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്ത് അനുമതി നേടിയിട്ടുള്ളത്. അതുപോലെ മൗലാന മുഫ്തി മഹ്മൂദുൽ മദ്രാസി, ഷെയ്ഖ് ഷാ റഹ്മത്തുള്ളാഹിൽ ഖാദിരിൻ നാഹുരി തുടങ്ങി ഹിജ്റ 1352 വഫാത്തായ മഹറവർ, അതുപോലെ തന്നെ സ്വന്തം പിതാവ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയ അക്കാലത്തെ പ്രമുഖ ആത്മീയ പണ്ഡിതന്മാരുടെ നിന്നൊക്കെ ബഹുമാനപ്പെട്ടവർ തരീഖത്തിന്റെ മശായിഖുമാരുടെയും ശിഷ്യത്വം ബഹുമാനപ്പെട്ടവർ നേടിയിരുന്നു പല ആളുകളിൽ നിന്നും. മാത്രവുമല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് സകല ഫന്നിലും മികച്ചു നിന്നിരുന്നു. ഷാലിയത്തി ഉസ്താദ് നവറല്ലാഹു മർഖദ മഹാനവറുകൾക്ക് കെമിസ്ട്രിയിൽ, കീമിയയിൽ പ്രത്യേകം കഴിവുണ്ടായിരുന്നു. കീമിയ വലിയൊരു വിഷയമാണല്ലേ. അതുകൊണ്ട് നദവിയുടെ പുസ്തകത്തിൽ അനഹുന ഫാരിഫൂനി എന്ന് പറഞ്ഞല്ലേ, കീമിയാന്റെ ഒരു ചരിത്രം അങ്ങനെ എന്തോ ഉണ്ടല്ലേ, അനഹുന ഫാരിഫൂനി എന്നോ അങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട് തോന്നുന്നുണ്ട്. നദവിയുടെ ഖിറാഅത്ത് റാഷിദിൽ അറബി പഠിപ്പിക്കുന്നതിൽ ഖിറാഅത്ത് റാഷിദ കേട്ടോ, ഖിറാഅത്ത് റഷീദ അത് മിസ്റിൽ നിന്ന് ഇറങ്ങുന്നതാണെന്നുണ്ട്. ഖിറാഅത്ത് റാഷിദ എന്നാണ്. അതിൽ 1-2 വാള്യങ്ങളൊക്കെ നമ്മുടെ അറബി കോളേജുകളിൽ ഇത് ലത്ഫാൽ കുട്ടികൾക്കുള്ളതാണൊക്കെ. നദവി ഉസ്താദിന്റെ പല അബുൽ ഹസൻ അലി നദവി ഉസ്താദിന്റെ പല പുസ്തകങ്ങളും ചിലതൊക്കെ ലിൽ ലത്ഫാൽ എന്നുണ്ടാവില്ലേ, കുട്ടികൾക്കാണ്. ഖസസുൽ അംബിയൊക്കെ ലിൽ ലത്ഫാലാണ്. പക്ഷെ നമ്മളാളുകൾ നമ്മുടെ അതൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ അറബിയുടെ പ്രാഥമിക പാഠങ്ങളൊക്കെ പഠിക്കുന്നവർ ഉപയോഗപ്പെടുത്തുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ളതുമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദിന് രസതന്ത്രം നന്നായി കൈകാര്യം ചെയ്യണം. കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് കെമിസ്ട്രിയുടെ വിഷയം പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഖിറാഅത്തുർ റഷീദിലെ ഖിറാഅത്തുർ റഷീദ വേറെയാണ്, ഖിറാഅത്തുർ റാഷിദയാണ് നദവി ഉസ്താദിന്റെ. ഖിറാഅത്തുർ റാഷിദ രണ്ടും വ്യത്യാസമുണ്ട്. റഷീദ മിസ്റിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നതാണ് വാഫിസ്ഥാൻ, അതൊരു മിസ്രി കിതാബാണ്. പിന്നെ ഖിറാഅത്തുർ റാഷിദ നദവി ഉസ്താദിൻ്റെതാണ്. അത് ഖിറാഅത്തുർ റാഷിദ ഒരുപാട് വാള്യങ്ങളുണ്ട്. അതിലിപ്പോൾ ആദ്യത്തെ പാഠം എന്താണൊക്കെ മറന്നു പോട്ടെ.
ബഹുമാനപ്പെട്ടവർക്ക് ഈ CH മുഹമ്മദ് കോയ സാഹിബ് കെമിസ്ട്രിയുടെ വിഷയം പറയുമ്പോൾ CH മുഹമ്മദ് കോയ സാഹിബിനെ ഓർക്കും. മാനവറുകൾ കേരളത്തിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് ഡോൺ പത്രത്തിന്റെ ഇംഗ്ലീഷ് പ്രതിനിധിയായിരുന്നു, ഇംഗ്ലീഷ് പത്രാധിപനായിരുന്നു, കേരളത്തിൽ നിന്നുള്ള പത്രപ്രവർത്തകനായിരുന്നു. പലപ്പോഴും പല പ്രഭാഷണങ്ങളും ഇംഗ്ലീഷിൽ നിന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിരുന്ന ബഹുമാനപ്പെട്ട CH ഇന്റർമീഡിയറ്റ് പരീക്ഷ കാലത്തിൽ പാസ്സായില്ലെന്ന്. അപ്പൊ CH പറഞ്ഞു, കെമിസ്ട്രി എന്ന് പറഞ്ഞ കുന്ത്രാണ്ടുണ്ട കാലത്തോളം ഞാനത് പാസ്സാവില്ലെന്ന്. അങ്ങനെയാണ് സ്കൂൾ ഉപേക്ഷിച്ചതെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദ് മറ്റു ഉസ്താദുമാരിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കെമിസ്ട്രി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശാലികത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവറുല്ലാഹു മർക്കദ മഹാനവറുകളെ പോലെ ഗോളശാസ്ത്രത്തിലും എന്തുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. ഗോളശാസ്ത്രത്തിൽ തുടങ്ങിയ 18ലധികം വിജ്ഞാന ശാഖകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന് പ്രത്യേക പ്രാവീണ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ മാത്രമേ ഉള്ളൂ. ജീവിതകാലം അത്രയും ബഹുമാനപ്പെട്ടവര് വിജ്ഞാനം നേടാൻ ഏത് വിഷയത്തിലാണെങ്കിലും വിദ്യ സമ്പാദിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ജീവിതം ചെലവഴിച്ചത് എന്ന മഹാനവറുകളുടെ സന്താനം മക്കളായിട്ട് ചെറുതായിട്ട് നമുക്കത് പരിചയപ്പെടാം. ചാലിയത്ത് നിന്നായിരുന്നു ബഹുമാനപ്പെട്ടവർ ആദ്യം കല്യാണം കഴിച്ചത്. ബഹുമാനപ്പെട്ടവർ ആ കല്യാണം ദീർഘകാലം നീണ്ടു നിന്നില്ല. കാരണം പ്രിയതമ രോഗം ബാധിച്ച് നിര്യാതിയായി പെട്ടു. അതിനുശേഷം പിതൃവ്യൻ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരുടെ പുത്രി ഫാത്തിമ എന്നിവരെയാണ് പിന്നെ വിവാഹം കഴിച്ചത്. അതിൽ മഹ്മൂദ്, അബ്ദുൽ ഖാദർ എന്നീ പുത്രന്മാരും അവരിലുണ്ടായെങ്കിലും ആ ബന്ധവും കൂടുതൽ കാലം നീണ്ടില്ല. അനിവാര്യമായ ചില കാരണങ്ങളിൽ ഫാത്തിമയെ വിവാഹമോചന തലാഖ് ചൊല്ലുകയാണ് ഉണ്ടായത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നാദാപുരത്തെ പ്രസിദ്ധ പണ്ഡിതനായിരുന്ന മേനക്കോത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ പുത്രി, മേനക്കോത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാൻ നവറുല്ലാഹു മർക്കദ വലിയ പണ്ഡിതനായിരുന്നു. മഹാനവറുകളുടെ പുത്രി കുഞ്ഞാമിനയുടെ മകള് മറിയം എന്നിവരെയാണ് പിന്നീട് വിവാഹം കഴിച്ചത്. മേനകത്തോരൊക്കെ തന്നെ പഴയ കാലത്ത് മേനകത്തോർ എന്നാ പറയാം. പൊന്നാനിയിൽ മറ്റേ നാദാപുരത്ത് വലിയ ദർസൊക്കെ നടത്തുന്ന വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഉസ്താദായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ടവർ പിന്നീട് കുഞ്ഞാമിനയുടെ മറിയം എന്നിവരെ വിവാഹം കഴിച്ചു. അവരിൽ നിന്ന് സന്താന ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ ഭർത്താവിന്റെ മരണാനന്തരം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ മഹദി ഉസ്താദ് മരിച്ചതിന് ശേഷമാണ് നിര്യാതയായത്. പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇമ്പിച്ച് മുഹമ്മദ് മുസ്ലിയാർ അടുത്ത കാലത്താണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടത് കേട്ടോ. ഈ ഉസ്താദിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സഹോദരൻ ഇമ്പിച്ച് മുസ്ലിയാർ ഏതാണ്ട് അടുത്ത കാലത്താണ് ഹിജ്റ 1410 വഫാത്തായത്. ബഹുമാനപ്പെട്ടവര് 1347 അതൊക്കെ ചരിത്രത്തിൽ അതൊക്കെ ഉസ്താദിൻ്റെതായതുകൊണ്ട് പൂർണ്ണമായിട്ട് ചരിത്ര പണ്ഡിതൻ കൂടിയായിരുന്നു. അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സ്വന്തം വീടിനടുത്തൊരു പുതിയ വീടുണ്ടാക്കി താമസം തുടങ്ങിയാണ് ബഹുമാനപ്പെട്ടവർ. സ്വന്തം വീടിന്റെ അടുത്ത് ചെറിയൊരു വീടുണ്ടാക്കി അതിൽ ഏകാന്തതയോടെ ഇബാദത്തും അതുപോലെ തന്നെ രചനകൾക്കും വേണ്ടിയാണ് പിന്നീടുള്ള കാലങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവർ ഒഴിച്ചുകൂട്ടിയത്. പിന്നെ മാത്രവുമല്ല അതോടനുബന്ധിച്ച് തന്നെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു പള്ളിയും ബഹുമാനപ്പെട്ടവർ അവിടെ നിർമ്മിക്കുകയുണ്ടായി. ആ പള്ളി പോയി കണ്ടവർക്ക് അതിന്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും എന്ന് ചരിത്രം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവില്ലേ? ചരിത്രത്തൊക്കെ പോയവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഇനി ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിപ്പറയല്ല. അസ്ഹരിയ എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട് അവിടെ. ശാലിയത്തെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ഷാലിയത്തി നവറുല്ലാഹു മർക്കദ മഹാനവറുകൾ തുടങ്ങി വെച്ച ലൈബ്രറിയാണ്. ഈ ലൈബ്രറി അസ്ഹരിയ ലൈബ്രറി അതൊരു ചരിത്ര ലൈബ്രറിയാണ്. താനൂരിലെ പള്ളിയിലെ ലൈബ്രറി, അതുപോലെ തന്നെ തട്ടാങ്കര കുട്ടിയ മുസ്ലിയാരുടെ ലൈബ്രറി നവറുല്ലാഹു മർക്കദ, അതുപോലെ തന്നെ ഈ അസ്ഹരിയ ലൈബ്രറിയെ പോലെയുള്ള ധാരാളം വലിയ ലൈബ്രറികൾ ഏതാനും ചില കേരളത്തിലുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഖുതുബ്ഖാന, അസ്ഹരിയ ഖുതുബ്ഖാന. ഈ അസ്ഹരിയ ഖുതുബ്ഖാനയെ സംബന്ധിച്ചിടത്തോളം അതിന് തുല്യമായൊരു ഖുതുബ്ഖാന പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം കൈരളിയുടെ കയ്യിൽ വേറുണ്ടാകാൻ ഇല്ല എന്നുള്ള. കാരണം പലയിടത്തും കാണാത്ത അമൂല്യങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇതിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന്.
അതൊരു പ്രത്യേക അല്ലേ? ആ കാലഘട്ടത്തിലെ സൗകര്യങ്ങളിൽ പരിമിതമായിരുന്ന കാലഘട്ടത്തിൽ ഇന്നൊന്നും കിട്ടാതെ അമൂല്യമായ പല ഗ്രന്ഥങ്ങളും അവിടെ ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതാ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷാലിയത്തി ഉസ്താദിന്റെ കഴിവ് തന്നെയാണ്. അത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകാത്ത ഒരു കാലഘട്ടത്തിലാണ്, യാത്ര പോലും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്ര അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളൊക്കെ ശേഖരിച്ച് കണ്ടെത്തി വെക്കുക. പലപ്പോഴും നമ്മുടെ കേരളത്തിലെ പല പഠിതാക്കളും ആശ്രയിക്കുന്ന ലൈബ്രറി കൂടിയാണ്, ഒരു ഖുതുബ്ഖാന കൂടിയാണ് അസ്ഹരിയ ഖുതുബ്ഖാന. ഇപ്പോൾ ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ച പള്ളിയോട് ചേർന്ന് തന്നെയാണ് ആ ഖുതുബ്ഖാന ഉള്ളത്. പല ഗ്രന്ഥങ്ങളുടെയും ഒരിക്കലും മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്ത പല ഗ്രന്ഥങ്ങളുടെയും കയ്യെത്ത് പ്രതികൾ അവിടെ, രചനകളൊക്കെ പല കയ്യെഴുത്ത് പ്രതികളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാ. മാത്രവുമല്ല ഖുതുബാന വളരെ ഒരു സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമാണ്. ഇന്ന് ആ ഖുതുബാന ഇന്നും പ്രസിദ്ധമാണ്. കാരണം അത് അബൂബക്കർ വലിയരെ പോലത്തെ ആളുകളാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും പിന്നെ ബഹുമാനപ്പെട്ടവരുടെ രചന കുറച്ചൊന്നല്ല, 50ഓളം രചനകൾ, 50ൽ പരം രചനകൾ ഉണ്ടായേക്കുന്ന 10-30ഓളം രചനകളുടെ പേര് തന്നെ ലഭ്യമായത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തതും അവിടെ ഖുതുബ്ഖാനയിലൊക്കെ ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ ഒരു കുടുംബത്തിലുണ്ട് നമ്മളെ അബൂബക്കറാക്കല്ല കേട്ടോ, അബൂബക്കർ കോയ മുസ്ലിയാർ എന്ന് പറയുന്ന ആ ബഹുമാനപ്പെട്ടവരായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ ഖുതുബ്ഖാനയുടെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അത് ബഹുമാനപ്പെട്ടവര് ഷാലിയത്തി ഉസ്താദിന്റെ പെങ്ങളെ മോനായിരുന്നു. ഷാലിയത്തി ഉസ്താദിന്റെ പെങ്ങളെ മോനായിരുന്ന ഈ ഒരു അബൂബക്കർ കോയ മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു മുസ്ലിയാർ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ അവസാനം ഇപ്പം ഞാനുണ്ടല്ലോ, പിന്നെ അയാൾ ഗൾഫിലായിരുന്നു. ഈ അബൂബക്കർ മുസ്ലിയാർ പിന്നെ കുറച്ചാലും ഗൾഫിലൊക്കെ പോയിരുന്നു. ഇപ്പൊ എന്താണ് ഇപ്പൊ എന്തൊക്കെ അവസ്ഥ അറിയില്ല. ഗൾഫിലൊക്കെ പോയിരുന്നു. ഒരു എന്റെ ലമീർ അങ്ങനെ എന്തുണ്ടായി, അത് കുഴപ്പമില്ല. ലമീർ മടക്കുമ്പോ ശ്രദ്ധിച്ചാ മതി. ലമീർ കരീബിലേക്ക് മടക്കിയാൽ മതി. എപ്പോഴും എങ്ങനെയാണല്ലോ വേണ്ടത്, ഏറ്റവും അടുത്തതിലേക്കല്ല ലമീർ മടങ്ങല്ലേ. എനിക്കറിയില്ല, ഉസ്താദ് ഉണ്ടാവും, ഉസ്താദ് പറഞ്ഞുതരും. ഇനിയിപ്പോ അറിയില്ല എന്ന് പറഞ്ഞാൽ ചീറ്റി പറയാവോ. അപ്പോൾ അത്ഭുതകരമായ രചനാ വൈഭവത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. ഒട്ടനേകം ബഹുമാനപ്പെട്ടവരുടെ ധാരാളം കൃതികൾ കയ്യെഴുത്തിലായിട്ടുണ്ട്, പ്രകാശിതമായതുണ്ട്, അല്ലാത്തതുണ്ട്, ധാരാളം കൃതികളുണ്ട്. അത് പറയാൻ നിന്നാ ഒരുപാടുണ്ട്. ഖൈറത്തുൽ ഫിൽ ഹദൽ ഇസ്തിഖ്ബാലിൽ ഖിബ്ല, തഹ്ഖീഖുൽ മഖാൽ ഫി മബ്ഹസുൽ ഇസ്തിഖ്ബാൽ, അൽ മഖാലുൽ ഹാവി ഫി റദ്ദിൽ ഫതാവ ദഅവ, പിന്നെ ഇത്ഹാഫുദ് ദലീൽ ഫി റദ്ദിൽ തജ്ഹീൽ, അതുപോലെ തന്നെ അസ്സൈറുൽ ഹദീസ് ലി തഖ്രീജ് 40 അൽ ഹദീസ്, പിന്നെ തർവീഹുൽ ജിനാൻ ബി അഹ്കാമി അദ്കാർ റമളാൻ, പിന്നെന്താണ് അന്നബാൽ യഖീനിയ ഫി ശർഹ് റിസാലത്തുൽ മാർദിനിയ, പിന്നെ ഹാഷിയത്ത് അല ഇർഷാദുൽ യാഫിഇ, പിന്നെ കശ്ഫുൽ സാദിർ, ഹാഷിയത്ത് അല ഖസീദത്തുൽ ബദരിയ, ഖസീദത്ത് ഫി തവസ്സുൽ ബി അസ്മാഇൽ ബദരിയീന വൽ ഉഹദിയീന, തഖ്മീസ് മുനാജാത്തുൽ ഇമാം അലി റളിയല്ലാഹു അൻഹു, തഖ്മീസ് റബ്ബക, പിന്നെ മൗലിദ് മവാഹിർ റബ്ബുൽ മത്തീൻ ഫി മനാഖിബ് ശൈഖ് ഖവജ മുഈനുദ്ദീൻ അൽ ചിശ്തി, മൗലിദ് മനായിഹ് ഫി മനാഖിബ് സയ്യിദ് മുഹമ്മദ് ജമലുൽ ലൈൽ, പിന്നെ തഫ്തീഹുൽ മൗലക്. ഇങ്ങനെ ധാരാളം കൃതികൾ ഒരുപാടുണ്ട്, ധാരാളം. പിന്നെ ലുബാബ് മുഖ്ബറുൽ അസ്റാർ പോലത്തുള്ള ധാരാളം രചനകൾ, 37 രചനകളുടെ പേരെന്നെ ഇപ്പൊ നമുക്കിവിടെ വായിക്കാൻ കഴിയും. ഞാൻ സമയം ദീർഘിച്ചു പോകുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാനിപ്പോൾ ഒഴിവാക്കുന്നത്. ഇത് കിട്ടിയ അല്ലാത്തതുമായുണ്ട്. പിന്നെ പിതാവ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, ഷാ അബ്ദുൽ ലത്തീഫുൽ വെല്ലൂരി, മുഫ്തി മൗലാന മഹ്മൂദ് മദ്രാസി, ഷാ റഹ്മത്തുള്ളാഹിൽ ഖാദിരി തുടങ്ങിയവരുടെ പേരിൽ അദ്ദേഹം രചിച്ച മർസിയത്തുകളും വളരെ മികച്ചതായിട്ടുള്ള അനുസ്മരണ കാവ്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്ന്. ഏതായിരുന്നാലും ഹിജ്റ 1374 മുഹറം 27 ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് 1954 സെപ്റ്റംബർ 22 അത് നമുക്ക് ഗണിക്കാം. ബഹുമാനപ്പെട്ടവരുടെ
മഖബറ സ്ഥിതി ചെയ്യുന്ന ഖബർ സ്ഥിതി ചെയ്യുന്നത് ബഹുമാനപ്പെട്ടവർ തന്നെ സ്ഥാപിച്ച് തന്റെ സഹോദരിയുടെ മക്കൾ വഖഫ് ചെയ്ത പൊതുവനമായ മക്കൾക്ക് വഖഫ് ചെയ്ത് പൂതാറമ്പത്ത് വീടിന്റെ അതുപോലെ തന്നെ ഈ അസ്ഹരിയ ഖുതുബ്ഖാനയുടെയൊക്കെ പരിസരത്ത് ആണ് ബഹുമാനപ്പെട്ടവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മർസിയത്ത് എഴുതിയവരുടെ കൂട്ടത്തിൽ തന്റെ ശിഷ്യനും പ്രമുഖ പണ്ഡിതനുമായ മൗലാന മുഹമ്മദ് ഇസ്മായിലുൽ കാഹിരി ഉണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ കമാൽ മുസ്ലിയാർ കാടേരി തുടങ്ങിയ മഹാപണ്ഡിതന്മാർ നവ്വറല്ലാഹു മറാഖിദഹും ഇവിടെ പറയപ്പെട്ട പണ്ഡിതന്മാരുടെ ഒക്കെ ഖബറുകൾ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അനുശോചന കാവ്യം എഴുതിയിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ സമസ്തയുടെ പ്രവർത്തനത്തിന് പലപ്പോഴും നെടുനായകത്വം വരിച്ചിരുന്ന എപ്പോഴും ഒരു സമസ്തക്കൊരാശ്രയവും ആവേശവും അതോടൊപ്പം ഒരു പ്രതീക്ഷയും അതിനപ്പുറം ഒരു സഹായവുമെല്ലാമായിരുന്ന മൗലാന അഹമ്മദ് കോയ ശാരിയത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കുറിച്ചാണ്. ഏതായിരുന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. സമസ്തയുടെ മുൻകഴിഞ്ഞു പോയ സമസ്തയുടെയും ഈ ദീനി പ്രഭ കേരളത്തിൽ ചുരുങ്ങ മറ്റു പണ്ഡിതന്മാരെയും അള്ളാഹു അവരുടെ സേവനങ്ങളെ സ്വീകരിച്ച് അവർക്ക് സ്വർഗത്തിലും അവന്റെ സന്നിധിയിൽ വളരെയേറെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ തണലിൽ അവരുടെ സഹായ സഹകരണങ്ങൾ ഇന്നും നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടാകട്ടെ. അതോട് അവരുടെ സഹായ സഹകരണം കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തെ അള്ളാഹു